എല്ലാവരും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള പുലാവിൻ്റെ റെസിപ്പിയാണ്. അതായത് കുക്കറിൽ തയ്യാറാക്കാൻ പറ്റുന്ന വെജിറ്റബിൾ പുലാവ്. അപ്പോൾ നിങ്ങൾ അമ്മമാർ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, കുട്ടികൾക്ക് കൊടുത്തുവിടാനുള്ള ലഞ്ച് ബോക്സ് ഐറ്റംസ് ചെയ്യാൻ. അപ്പോൾ ഇത് ഒരു അടിപൊളിയായിട്ടുള്ള ലഞ്ച് ബോക്സ് ഐറ്റം ആണ്. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ ബാച്ചിലേഴ്സിനാണെങ്കിലും അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന അമ്മമാർക്കാണെങ്കിലും തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഐറ്റം. അപ്പോൾ ഈസിയാണ്, അതേസമയം നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടുണ്ടായിരുന്ന അവലിൻ്റെ പുട്ട് തയ്യാറാക്കിയിട്ട് ഒരുപാട് പേര് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാവർക്കും ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുകയാണ് ഈ സമയത്ത്. അപ്പോൾ ഒട്ടും താമസിക്കണം, നമുക്ക് എങ്ങനെയാണ് കുക്കറിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള അതേസമയം ടേസ്റ്റി ആയിട്ടുള്ള പുലാവ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് നമ്മൾ കുക്കറിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ ഞാൻ ആദ്യം പരിചയപ്പെടുത്തി തരാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് വെജിറ്റബിൾസ് ആണ്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ചെറിയ ക്യാരറ്റിൻ്റെ അരഭാഗം ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചത്, അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രോസൺ ഗ്രീൻ പീസ്, പിന്നെ എടുത്തിരിക്കുന്നത് ബീൻസ് 4 ബീൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഞാനിവിടെ പനീറാണ്, കുറച്ച് ഒരു 4-5 പനീർ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള വെജിറ്റബിൾസ് ഉപയോഗിക്കാം. അതായത് പൊട്ടറ്റോ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കോളിഫ്ലവർ യൂസ് ചെയ്യാം, മഷ്റൂം യൂസ് ചെയ്യാം, ബ്രക്കോളി യൂസ് ചെയ്യാം. ഏത് വെജിറ്റബിൾസ് ആണോ നിങ്ങൾക്ക് താല്പര്യം അത് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇത്ര അവൈലബിൾ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. പിന്നെ എപ്പോഴും വെജിറ്റബിൾസ് ഒരുപാട് അളവിൽ എടുക്കാൻ പാടില്ല, ഒരു മിതമായ അളവിൽ എടുക്കുക. ഓക്കെ, കാരണം ഓവറായിട്ട് വെജിറ്റബിൾസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പുലാവിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് മാറിപ്പോവും. അത് ഓവർ പവർ ചെയ്യാൻ പാടില്ല. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് റൈസാണ്. ഇത് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെയാണ് എടുത്തിരിക്കുന്നത്, 1 ഗ്ലാസ്. അപ്പോൾ ഞാൻ ആദ്യം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ ബസ്മതി റൈസ് നന്നായി വാഷ് ചെയ്തു. അതിനുശേഷം ഒരു 30 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചു. പിന്നെ വെള്ളം വാലാൻ വേണ്ടി കണ്ടിട്ട് ഇതുപോലത്തെ ഒരു അരിപ്പയിൽ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിലത്തെ വെള്ളം കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഇതിലിപ്പോൾ ഒട്ടും വെള്ളമില്ല. അങ്ങനെയുള്ള അരിയാണ്. ബസ്മതി റൈസ് ഇല്ലയെന്നുണ്ടെങ്കിൽ കൈമ റൈസൊക്കെ ചെയ്യാം, പക്ഷേ പുലാവിന് നല്ലത് ബസ്മതി റൈസാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇനി പുലാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഒരു കുക്കർ എടുക്കുക. ഞാനിവിടെ 5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കുക്കർ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കർ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ബട്ടർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ബട്ടർ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കണ്ട. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുലാവിൻ്റെയൊക്കെ ടേസ്റ്റും തന്നെ ഡിഫറെൻ്റ് ആയിട്ട് മാറും. അതുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമാണ് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന പുലാവിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഒരു ചെറിയ കഷ്ണം പട്ട, 1 ഏലക്കായ, അതുപോലെ തന്നെ 2 ഗ്രാമ്പു ഇത്ര ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല ഇതൊക്കെ ചെയ്യുന്ന സമയത്ത്. കണ്ട് ഇതിൻ്റെ ആ ഒരു നല്ലൊരു സ്മെല്ല് വരുന്ന വരെ നമുക്കിതങ്ങ് വഴറ്റി കൊടുത്തോണ്ടിരിക്കുക. അപ്പോൾ ഒരുപാട് ഗ്രാമ്പും ഒരുപാട് ഏലക്കായയും ഒന്നും ഇടാൻ പാടില്ല. വളരെ ലൈറ്റായിട്ടുള്ള ഒരു സ്മെല്ല് മാത്രം വരാൻ പാടുള്ളൂ. ഓവറായിട്ട് ഗരം മസാലയുടെ സ്മെല്ല് പുലാവിൽ വരാൻ പാടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഞാൻ ചതച്ചാണ് വെച്ചിരിക്കുന്നത്. അളവ് പറയുകയാണെങ്കിൽ 2 ചെറിയ അല്ലി വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1 പച്ചമുളക്. ഇപ്പോൾ തീരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇടേ വേണ്ട കേട്ടോ. ചെറിയ പച്ചമുളകാണ്, എരിവൊന്നും ഇല്ല കാര്യമായിട്ടൊന്നും. ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാനിത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അര സവാള നീളത്തിൽ അരിഞ്ഞിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമുക്ക് പിന്നെ ഇടണം. ഇപ്പോൾ തൽക്കാലം കുറച്ച് ഇടാം. സവാളയിലേക്ക് ഉപ്പ് പിടിക്കണമെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടങ്ങ് വഴറ്റി കൊടുക്കുക. സവാളയൊക്കെ ജസ്റ്റ് ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആയാൽ മാത്രം മതി. അതായത് ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി, അല്ലാതെ ഗോൾഡൻ കളർ ആവാൻ പാടില്ല കേട്ടോ. ഈ സവാളയൊക്കെ നന്നായി ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. ഇത് വാടി വന്നിട്ടുണ്ട്. ഇതും ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. 1 മിനിറ്റോളം ഈ എണ്ണയിൽ നമ്മുടെ പച്ചക്കറികളും സവാളയുടെ ഒക്കെ കൂടെ ഒന്ന് വഴറ്റാം. ഇത് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അതായത് നമുക്ക് രാവിലെയൊക്കെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റുന്ന, അമ്മമാർക്കൊക്കെ രാവിലെ എണീറ്റിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്.
വളരെ എളുപ്പമാണ്, അതേസമയം നല്ല ഹെൽത്തിയാണ്, കുട്ടികൾക്ക് ഇഷ്ടമാവുകയും ചെയ്യും. പിന്നെ പച്ചക്കറിയൊക്കെ അധികം ഇഷ്ടമില്ലാത്ത പിള്ളേർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടുള്ള സംഭവങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ചിലപ്പോൾ സോയ ചങ്ക്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഈ പനീർ ഇട്ട് കൊടുക്കാം, അതൊക്കെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ 1 മിനിറ്റ് നമ്മൾ ഈ പച്ചക്കറി ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോണത് അരിയാണ്. അതും ഒരു 2 മിനിറ്റ് ഇതിലൊന്ന് വഴറ്റുക. മീഡിയം ഫ്ലെയിമിലാണ് എപ്പോഴും തീയിട്ടിരിക്കുന്നത്, അത് പ്രത്യേകിച്ച് ഓർക്കുക. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി കുറേ നാളുകളായി. എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ എല്ലാ റെസിപ്പിക്കും അതിൻ്റെതായ ഒരു സമയം ഉണ്ടല്ലോ എന്ന് പറയുന്നത് വളരെ ശരിയാണ് കേട്ടോ. ചെയ്യാനൊക്കെ വിചാരിക്കും, പിന്നെ അതങ്ങടെ മനസ്സിൽ നിന്ന് വിട്ടുപോകും, അതാ സംഭവിക്കുന്നത്. അപ്പോൾ ഇതൊരു 2 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഈ റൈസ്. അതേസമയം നിങ്ങളിപ്പോൾ ഇതിൽ ജീരകശാല അരിയാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, വെറുതെ ജസ്റ്റ് ഇട്ടിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചാൽ മതി. ബസ്മതി റൈസ് ഇട്ടതുകൊണ്ടാണ് ഞാൻ ഈ എണ്ണയിൽ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തത്. ഒരുപാട് പേർക്കും ബട്ടർ ആയിരിക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടുക, അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചതിന് പകരമായിട്ട് നിങ്ങൾ ബട്ടർ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് വെള്ളമാണ്. ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുക, എപ്പോഴും ശ്രദ്ധിക്കുക. ഞാൻ എപ്പോഴും എൻ്റെ റെസിപ്പീസിൽ പറയാറുള്ള പോലെ തന്നെ എപ്പോഴും ഞാൻ നല്ല തിളപ്പിച്ച് വെള്ളമാണ് ഒഴിക്കുന്നത്, അതൊന്ന് ശ്രദ്ധിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളിത് കുക്ക് ചെയ്യാൻ വെക്കുന്നതിനേക്കാൾ മുൻപായിട്ട് തന്നെ ചൂടുവെള്ളം റെഡിയാക്കി അടുത്ത് തന്നെ വെക്കുക. അപ്പോൾ പിന്നെ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ റൈസ് 2 മിനിറ്റ് ഞാൻ ഇതിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. അത് ചൂടുവെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് 1 ഗ്ലാസ് അരിക്ക്, ഞാനിപ്പോൾ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്, 1 ഗ്ലാസ് അരിക്ക് ഏത് ഗ്ലാസ്സിലാണോ നിങ്ങൾ അരി അളന്നിരിക്കുന്നത് ആ സെയിം ഗ്ലാസ്സിൽ 1.25 ഗ്ലാസ് വെള്ളം. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ അരി അളന്നിരിക്കുന്നത്, അതുകൊണ്ട് ഈ ഒരു ഗ്ലാസ്സിൽ 1.25 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത്. 30 മിനിറ്റ് സോക്ക് ചെയ്ത അരി കേട്ടോ, അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം, സോക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമാണ് ഞാൻ പറയുന്ന രീതിയിൽ അത് കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതിലേക്ക് 1.25 ഗ്ലാസ് വെള്ളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണേ. ഞാനിപ്പോൾ ഇതിലേക്ക് 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ 2 ഗ്ലാസ് അരിയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 3.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ ബാക്കിയുള്ള ക്വാണ്ടിറ്റീസൊന്നും അത് ഒരുപാടൊന്നും കൂട്ടൊന്നും വേണ്ട. സവാളയൊക്കെ ഇത്രയും ഇട്ട് കൊടുത്താൽ മതി 2 ഗ്ലാസ്സിനാണെങ്കിൽ പോലും. ഞാൻ എപ്പോഴും ചെറിയ ക്വാണ്ടിറ്റിയിലേ ചെയ്യാറുള്ളൂ, അതുകൊണ്ട് എനിക്ക് ചെറിയ ക്വാണ്ടിറ്റീൻ്റെ അളവാണ് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ ഒരു കൈയളവിലാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇത് നന്നായി അങ്ങ് തിളക്കട്ടെ. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കും. ഉപ്പ് രസം ഇച്ചിരി മുന്നോട്ട് നിൽക്കണം. അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബിരിയാണിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ രീതിയിലുള്ള ഉപ്പിനേക്കാൾ ഒരു അല്പം മുന്നോട്ട് നിൽക്കണം, എന്നാലാണ് ഇത് കുക്കായി വരുമ്പോൾ റൈസിലോട്ടൊക്കെ ഉപ്പ് പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കുറവാണ്, അല്പം കൂടി ഇട്ട് കൊടുക്കണം. എപ്പോഴും സൂക്ഷിക്കണം ഉപ്പിടുമ്പോൾ. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുമ്പോഴും സൂക്ഷിക്കണം, കുറച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഒരുപാടങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അത് ആ ഒരു ഫ്ലേവർ മുന്നോട്ട് നിൽക്കും. ഇതെല്ലാം ഒരു ബാലൻസ്ഡ് ഫ്ലേവർ ആയിരിക്കണം. ഒന്നും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട് ഉപ്പ്. നന്നായി തിളച്ച് തുടങ്ങിയതിന് ശേഷം മാത്രം കുക്കർ അടച്ച് വെക്കാൻ പാടുള്ളൂ. നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കുക്കർ അടയ്ക്കാൻ പോവുകയാണ്. വെയിറ്റ് ഒന്നും എടുക്കണ്ട, വെയിറ്റോട് കൂടി തന്നെയാണ് കുക്കർ അടയ്ക്കേണ്ടത്. കുക്കർ അടച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ബിരിയാണിയിൽ വെയിറ്റ് ഞാൻ വെക്കാറില്ല, പക്ഷേ ഈ കുക്കർ ഗീ റൈസും അതുപോലെ തന്നെ പുലാവും ചെയ്യുമ്പോൾ ഞാൻ വെയിറ്റ് വെക്കും, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു വിസിൽ വന്നാൽ ഉടനെ തന്നെ ഓഫ് ചെയ്യുക. അപ്പുറത്ത് തണുപ്പുള്ള അടുപ്പിലോട്ട് മാറ്റി വെക്കുക. ചൂടുള്ള അടുപ്പിൽ വെക്കാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു വിസിൽ കേട്ടോ, ഒരു വിസിൽ പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ ഒരു വിസിൽ കേട്ട ഉടനെ തന്നെ മാറ്റി വയ്ക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ഓവറായിട്ട് അങ്ങ് കുക്കായി പോകും. അപ്പോൾ ഞാൻ ഇട്ടിരുന്ന കുക്കർ ഗീ റൈസ് കാണാത്തവർ കാണാൻ മറക്കരുത്. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ, ഭയങ്കര ടേസ്റ്റിയാണ്. അതേപോലെ തന്നെയാണ് പുലാവും. അപ്പോൾ നമുക്ക് ഒരു വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ വന്നു, ഞാൻ മാറ്റി വെക്കുകയാണ് അപ്പുറത്തെ അടുപ്പിലോട്ട്. അപ്പോൾ ഞാൻ അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. അതായത് ഇതിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോവും ആ സമയം കൊണ്ട്. അല്ലാണ്ട് നമ്മളായിട്ട് പ്രഷർ കളയാൻ പാടില്ല. അത് തന്നെ ഇരുന്നിട്ട് അതിൻ്റെ പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ മിക്കവാറും ഒരു 15 മിനിറ്റ് എടുക്കും അങ്ങനെ കംപ്ലീറ്റ് പ്രഷർ പോകാൻ. അതിനുശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുക്കറിലത്തെ കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സ്വാമീനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് തുറക്കുക. ആഹാ, നല്ല കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു ഫോർക്ക് എടുക്കുക. ഫോർക്ക് എടുത്തിട്ട് നമുക്ക് റൈസ് താഴേന്ന് ഇങ്ങനെ മേലോട്ട് കൊണ്ടുവരാം. അപ്പോഴാണ് നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. റൈസ് ഇങ്ങനെ കുതിർന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ ടെൻഷനൊന്നും വേണ്ട, കാരണം കുറച്ച് കഴിയുമ്പോൾ കറക്റ്റ് ആയിക്കോളും. ചൂടാറുമ്പോൾ ഒന്നിനോടൊന്നും തട്ടാതെ തന്നെ ഇരുന്നോളും. അതുമാത്രമല്ല, നമ്മൾ ബിരിയാണിയൊക്കെ ചെയ്യുമ്പോൾ ലെമൺ ജ്യൂസ് ഒഴിക്കാറുണ്ട്. പക്ഷേ ഇതുപോലത്തെ പുലാവ് അതുപോലെ തന്നെ ഗീ റൈസ് ചെയ്യുമ്പോൾ ഒരിക്കലും ലെമൺ ജ്യൂസ് ഒഴിക്കാൻ പാടില്ല. അപ്പോൾ അതായത് അതൊരു പുളിരസം സാധാരണ രീതിയിൽ പുലാവിന് വരാൻ പാടില്ലല്ലോ. ഫോർക്ക് കൊണ്ട് ചെയ്യുമ്പോൾ മാത്രമേ ശരിയാവുള്ളൂ. അതേസമയം നമ്മൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ മേലേക്ക് ആക്കുമ്പോൾ ആകെ കുഴഞ്ഞു പോകും. എന്നിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. സത്യം പറഞ്ഞാൽ തന്നെ കഴിക്കാം. വേറെ ഒരു സൈഡ് ഡിഷും വേണമെന്നൊന്നുമില്ല. കറക്റ്റ് പെർഫെക്റ്റ് ഉപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുണ്ട്, ഒരു മാറ്റമില്ല.
ലൈറ്റായിട്ട് ഒരു പച്ചമുളക് ഇട്ട കാരണം വളരെ ലൈറ്റ്, എവിടെയോ ഒരു എരിവുണ്ട്. അത്രയും ലൈറ്റായിട്ടുള്ള എരിവാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഗ്രാമ്പൂ, കറുകപ്പട്ട, ഏലക്കായൊക്കെ ഞാൻ എടുത്ത് കളയും. സെർവ് ചെയ്യുന്നതിനേക്കാൾ മുമ്പായിട്ട് അത് എടുത്ത് മാറ്റണം. ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ഗസ്റ്റിനോട് ചെയ്യുന്നൊരു ക്രൂരതയായിരിക്കും അത്. അതുകൊണ്ട് ദയവേത് ഇതുപോലത്തെ ഗ്രാമ്പും ഒക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം മാത്രം സെർവ് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ എണ്ണ ഇടുന്ന കാരണം എടുക്കാൻ തന്നെ എളുപ്പമായിരിക്കും. പലരും പറയാറുണ്ട് എൻ്റെ അടുത്ത്, ചേച്ചി അത് കിഴി കെട്ടിയിടാൻ പറയാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. കാരണം ഒരു ഏലക്കായ, 2 ഗ്രാമ്പൂ, ഒരു കഷ്ണം പട്ട നമ്മൾ എന്തിനു കിഴി കെട്ടിയിടേണ്ട ആവശ്യം, ജസ്റ്റ് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു അളവ് ഒരു 2 മുതൽ 3 പേർക്ക് വരെ സെർവ് ചെയ്യാൻ പറ്റും. എൻ്റെ വീട്ടിലത്തെ ഒരു അളവാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ സാധാരണ നല്ലോണമൊക്കെ കഴിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ 2 പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അളവാണിത്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പോകുന്നത് മട്ടർ പനീറാണ്. അത് കുക്കറിൽ ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഞാനൊരു ദിവസം നിങ്ങൾക്ക് റെസിപ്പി ഷെയർ ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. കറിയുടെ കൂടെ ടേസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. അല്പം മാത്രം. ഇതിൻ്റെ കൂടെ റൈത്ത ആൻഡ് പിക്കിൾ നന്നായിട്ട് പോകും കേട്ടോ. കുട്ടികൾക്കൊക്കെ ഞാൻ കൊടുത്തു വിടുമ്പോൾ ഇതേപോലെ അവർക്ക് ഇഷ്ടപ്പെട്ട പനീർ ബട്ടർ മസാല അല്ലെങ്കിൽ ഇതേപോലത്തുള്ള അധികം എരിവില്ലാത്ത കറിയുടെ കൂടെ കൊടുത്തു വിടുന്നതാണ് കുട്ടികൾക്ക് ഇഷ്ടം ഉണ്ടാവുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ കുട്ടികളാണെങ്കിൽ തന്നെ കഴിച്ചോളും. അപ്പോൾ ഞാൻ ഈ കറി ആയിട്ടുള്ള കോമ്പിനേഷൻ കഴിച്ചു നോക്കട്ടെ. റെസ്റ്റോറൻറ്റിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഗംഭീരമായിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നതല്ല, അതിഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഈസി പീസി ആയിട്ടുള്ള അതേസമയം ടേസ്റ്റി ആയിട്ടുള്ള കുക്കർ പുലാവ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. വിസിലടിക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കുന്ന ജാൻജോഷി. അശ്യോ, വന്നാലും വിസിലടിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ് കേട്ടോ ജാൻജോഷി. ഷോ, ഭയങ്കരം. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. I made 7 bands. 7 bands. വെള്ളം താഴെ പോകുന്നു. See, I made it 7 bands. Okay. See the pitch changes and how loud it can actually be. Just by changing. അയ്യേ, ചീറ്റിപ്പോയി. I'm gonna make an 8 band. കോളേജ് പഠിക്കുമ്പോൾ അയ്യേതെ വെള്ളം വരുന്നു ആയിക്കോട്ടെ. കോളേജ് പഠിക്കുമ്പോൾ ഇതൊന്നും ചെയ്തിട്ടില്ല അല്ലേ? ശരി. I'm gonna make it 8 band. എന്നാലും യൂട്യൂബിൽ നോക്കിയിട്ട് ഹൗ ടു വിസിൽ എന്ന് പറഞ്ഞ് പഠിക്കേണ്ട അവസ്ഥ വന്നല്ലോ ഈശ്വരാ. I made an 8 band. വിസിലടിച്ചിട്ടൊന്ന് കാണിച്ചു തരണേ.